എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ആ വ്യക്തി എങ്ങനെയാന്ന് വെച്ചാൽ, എവിടെയാണോ എന്തെങ്കിലും പ്രശ്നമുള്ളത് ആ പ്രശ്നത്തിലേക്ക് തേടി പിടിച്ചു പോകുന്നത് പോലെ ഈ വ്യക്തി എത്തപ്പെടും. പ്രശ്നം ഉണ്ടാക്കിയവരോ പരാതിപ്പെട്ടവരോ അല്ലെങ്കിൽ അടി ഉണ്ടാക്കിയവരോ ഒന്നും പിന്നെ രംഗത്തുണ്ടാവില്ല. പിന്നെയുള്ള ആകെയുള്ള പ്രതി എൻ്റെ ആ സുഹൃത്തായിരിക്കും. പലപ്പോഴും ഞാനത് കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അവൻ അവന്റെ സങ്കടം പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഉണ്ടാക്കിയ പ്രശ്നമല്ല, ഞാൻ ആ പ്രശ്നം തീർക്കാൻ പോയപ്പോൾ ആ പ്രശ്നം കൂടി എൻ്റെ തലയിലേക്ക് വന്നതാണ് എന്ന് പല പ്രാവശ്യം ആ വ്യക്തി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചില മനുഷ്യരുണ്ട്. തെറ്റ് ചെയ്യുന്ന ആളായിരിക്കില്ല പലപ്പോഴും ക്രൂശിക്കപ്പെടുന്നത്, ചൂണ്ടിക്കാണിക്കുന്ന ആളുകളായിരിക്കും. അതുപോലെ തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നവരായിരിക്കില്ല പലപ്പോഴും ആ കാരണത്താൽ എന്താ പറയാ ഒരുപാട് അനുഭവിക്കുന്നത്. അതിൽ ഇടപെട്ട് അതിനെ പ്രശ്നങ്ങൾ തീർക്കാൻ ശ്രമിക്കുന്ന ആളുകളായിരിക്കും. കോളേജുകളിൽ എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു. ആ വ്യക്തിയും ഇതുപോലെ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇടപെടും. ആ പ്രശ്നം അധ്യാപകരുടെ അടുത്തെത്തും. ലാസ്റ്റ് പുറത്താവുന്നത് ഈ ഇടപെട്ട വ്യക്തിയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നോട്ടപ്പുള്ളി ആവാറുള്ളതും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ ഒരു സമൂഹം ഒരുപാട് കളങ്കങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും നമ്മുടെ മേലേക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട്. എന്താണോ ആ പ്രശ്നമെന്നോ പ്രശ്നത്തിന്റെ കാരണക്കാരാര് എന്നൊന്നും ചിന്തിക്കാൻ നമ്മൾ ആർക്കും തിരക്കാറുമില്ല. നമുക്കൊന്നും അതിന് സമയവുമില്ല. പ്രസന്റിൽ ആരാണോ മുന്നിലുള്ളത് അവനാണ് പ്രതി, അവനാണ് കുറ്റക്കാരൻ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ട്. അങ്ങനെ ഒരു എല്ലാ ഇടാകൂടങ്ങളിലും ഇടപെട്ടിട്ട് ആ പ്രശ്നത്തിന്റെ ഉടമസ്ഥനായി മാറുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യൂ.